നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂഷ്വലി പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ പല കാര്യങ്ങളും ഗർഭിണികൾക്ക് സംസാരിക്കുമ്പോഴത്തേക്കും അവർക്ക് ഏറ്റവും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു പേരാണ് ലേബർ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ചിലപ്പോൾ പ്രഗ്നൻസിയുടെ എന്തെങ്കിലും ഇടയ്ക്കൊക്കെ ഒത്തിരി ഛർദ്ദിൽ കൂടുതലാണെങ്കിൽ ചിലപ്പം ഇഞ്ചക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഡ്രിപ്പ് ഇടാനോ അല്ലെങ്കിൽ കുഞ്ഞിന്റെ അനക്കം നോക്കാനായിട്ട് ഇൻ ബിറ്റ്വീൻ നമ്മൾ NST എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യാനോ ഒക്കെ ലേബർ റൂമിൽ പോകാൻ പറയുമ്പോഴേ ആദ്യത്തെ പ്രഗ്നൻസി ആയിട്ടുള്ളവർക്ക് പലർക്കും ഒരു ഹെസിറ്റേഷനോ അയ്യോ ലേബർ റൂമിൽ പോണോ എന്നുള്ള ഒരു പേടിയോ ഒക്കെ കാണാറുണ്ട്. അപ്പോ ഈ പേടി ശരിക്കും ആവശ്യമുള്ളതാണോ? ലേബർ റൂമിന് അത്രയ്ക്ക് പേടിക്കേണ്ട ഒരു സ്ഥലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞല്ല. പക്ഷെ ആദ്യത്തെ ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഡെലിവറി പ്രോസസ്സ് കഴിയുന്നവരെ പലർക്കും അങ്ങനെ ഒരു പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടാവും. അപ്പൊ ലേബർ റൂമിൽ പോകുന്നതിന് മുന്നേ നമ്മൾ അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മുടെ പാർട്ടിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡെലിവറി പ്രോസസ്സ് ഈസി ആയി മാറും എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ അതിനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു 6 ടിപ്സ് പറയാം. അപ്പൊ അതില് ഏറ്റവും ഇമ്പോർട്ടൻറ്റും ആദ്യത്തെ ടിപ്പാണ്. അതില് നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കാനുള്ള കാര്യം, നമ്മൾ സ്ട്രെസ്ഡ് ആവാനേ പാടില്ല, നമ്മൾ ടെൻസ്ഡ് ആവാനേ പാടില്ല. ടെൻഷൻ എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം ലേബർ റൂമിനകത്തേക്ക് കയറാൻ. അപ്പൊ കേൾക്കുമ്പോൾ തോന്നും അയ്യോ ലേബർ റൂം അല്ലേ, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ്, പിന്നെ എങ്ങനെ ടെൻഷൻ മാറ്റി വെച്ചിട്ട് പോകും. അപ്പോ അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ലേബർ റൂമിനെ പറ്റിയും അല്ലെങ്കിൽ ഡെലിവറി പ്രോസസ്സിനെ പറ്റിയും നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾ ചെക്കപ്പിന് പോകുന്ന സമയത്ത് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക. സ്റ്റിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് കാണുക. കാരണം ഞാനാണെങ്കിൽ നോർമൽ ഡെലിവറിയെ പറ്റിയും സിസേറിയനെ പറ്റിയും ഒക്കെയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ആക്ച്വലി ആ ഡെലിവറി പ്രോസസ്സിൽ നടക്കുന്ന ഓരോ സ്റ്റെപ്പുകൾ എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഞാൻ വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. കാരണം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് മാക്സിമം ടെൻഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മാക്സിമം ടെൻഷൻ ഒഴിവാക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? അതായത് നമ്മൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് കൂടാൻ ഒരു സാധ്യതയുണ്ട്. ഈ സ്ട്രെസ് ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഡെലിവറി പ്രോസസ്സിനെ ഒരു ഇൻഹിബിറ്റ് ചെയ്യുന്ന, അതായത് തടയുന്ന ഒരു സംഗതിയാണ്. അതായത് ഇപ്പൊ നോർമലി ഒരു 4-5 മണിക്കൂറിൽ പ്രസവിക്കേണ്ട ഒരാളാണെങ്കിൽ അയാൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഈ 6 മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ 10 മണിക്കൂറായി മാറും. അതായത് എല്ലാ പ്രോസസ്സും, കാരണം ഡെലിവറിയുടെ പ്രോസസ്സിൽ നമുക്ക് താഴെ സെർവിക്സ് എന്ന് പറയുന്ന ഭാഗം വികസനം വരണം, കുഞ്ഞിന്റെ തല താഴേക്ക് ഇറങ്ങണം. അതിനുശേഷം നമ്മൾ വലിയ ടെൻഷനൊന്നും ഇല്ലാതെ തന്നെ പുഷ് ചെയ്താലേ കുഞ്ഞ് പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഈ എല്ലാ പ്രോസസ്സും നമ്മൾ ഒത്തിരി ടെൻസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒത്തിരി സ്ട്രെസ്ഫുൾ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രോസസ്സും ഡിലേഡ് ആവും. അപ്പൊ അതിന് നിങ്ങൾക്ക് പല രീതിയിൽ നോക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. അതുപോലെ ബ്രീതിങ് എക്സസൈസ് ചെയ്യുക. ബ്രീതിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡീപ് ബ്രെത്ത് എടുത്ത് പുറത്തേക്ക് വിടാനാണ് യൂഷ്വലി പറയുന്നത്. അപ്പൊ അത് വലിയൊരു ട്രെയിനിങ്ങോ ഒന്നും വേണ്ട കാര്യമില്ല. പെയിൻ വരുമ്പോൾ കഴിയുന്നതും നമ്മുടെ ബ്രെത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മാക്സിമം ഡീപ്പായിട്ട് ബ്രെത്ത് എടുത്ത് വളരെ സ്ലോയിൽ പുറത്തേക്ക് വിടാനായിട്ട്, അത് ഇനിഷ്യലി പെയിൻ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ പക്ഷെ സ്ട്രെസ്ഫുൾ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് പറ്റത്തില്ല. ഓരോരുത്തർ സംസാരിക്കുന്ന അതിലൊക്കെ ആയിരിക്കും നമ്മുടെ ശ്രദ്ധ. പിന്നെ നമ്മുടെ പെയിനിലായിരിക്കും അയ്യോ എനിക്ക് കൂടി കൂടി വരുന്നുണ്ടല്ലോ. ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി സ്ട്രെസ്ഡ് ഔട്ട് ആവും. അത് നമ്മുടെ ആ ഒരു ഡെലിവറി പ്രോസസ്സിനെ ഹാമ്പർ ചെയ്യുക. അപ്പൊ ലേബർ റൂമിൽ കയറുന്നതിന് മുന്നേ ഈ ടെൻഷൻ എന്നുള്ള ഫാക്ടറിനെ ആദ്യം എടുത്ത് പുറത്ത് കളയുക. അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടിപ്പ്. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഡെലിവറി പ്രോസസ്സിലായിരിക്കുമ്പോൾ നമുക്ക്, ഞാൻ ഓൾറെഡി പറഞ്ഞത് മെന്റലി ആയിട്ടുള്ള കാര്യമാണ്, ഫിസിക്കൽ ആയിട്ടുള്ള കാര്യം. കാരണം ഫിസിക്കലി എന്ന് പറയുമ്പോൾ ഇച്ചിരി ഒരു സ്ട്രെനുവസ് ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ് ഡെലിവറി എന്ന് പറയുന്നത്. കാരണം യൂട്രസ് കൺട്രാക്ട് ചെയ്യുന്നു, കുഞ്ഞിനെ പുറത്തേക്ക് പുഷ് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം എനർജി കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പൊ ഒരു എനർജി കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു എക്സസൈസ് പോലെ തന്നെ. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ എന്താ, നമ്മൾ ക്ഷീണിക്കും. അതുപോലെ തന്നെ നമ്മൾ ഡെലിവറി പ്രോസസ്സിലും ക്ഷീണിക്കും. പക്ഷെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഹെവി ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാം. പക്ഷെ ഈ പ്രോസസ്സിന്റെ ഇടയ്ക്ക് കുഞ്ഞ് പുറത്ത് വരുന്നവരെ നമുക്ക് ഫുഡ് യൂഷ്വലി കഴിക്കാൻ സമ്മതിക്കാറില്ല. പ്ലെയിൻ വാട്ടർ പക്ഷെ അലോ ചെയ്യും. വാട്ടർ, കട്ടൻ ചായ, കട്ടൻ കാപ്പി അതൊന്നും കുടിക്കുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ അതാണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക എപ്പോഴും. കാരണം പലർക്കും നമ്മൾ പെയിനൊക്കെ തുടങ്ങി കഴിയുമ്പോൾ വെള്ളം കുടിക്കൂ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എങ്കിലും ഇപ്പൊ കുടിക്കൂ എന്നൊക്കെ പറയുമ്പോൾ പലരും അയ്യോ വേണ്ട എനിക്ക് വെള്ളം കുടിച്ചാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം വരെ വെള്ളം കുടിക്കില്ല. അവസാനം പുഷ് ചെയ്യാനുള്ള സമയം ആവുമ്പോഴത്തേക്കും ടോട്ടലി ടയേർഡ് ആവും. കാരണം അവര് ഡീഹൈഡ്രേറ്റഡ് ആവും. കാരണം യൂഷ്വലി നമ്മൾ ഡ്രിപ്പ് ആയിട്ടുള്ള
വെള്ളം ഇടാറുണ്ട്. പക്ഷെ അത് മാത്രം ചിലർക്ക് മതിയാവില്ല. അല്ലാതെ തന്നെ വെള്ളവും കൂടി കുടിച്ച് കുറച്ചൊന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്നതാണ് എപ്പോഴും ആ ഒരു ഡെലിവറി പ്രോസസ്സിന് നല്ലത്. നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ബ്ലീഡിംഗ് ഒക്കെ കുറയാനും നമ്മൾ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാം. നമ്മുടെ ശരീരത്തിലെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രോസസ്സും ഈ പറയുന്ന പോലെ പുഷ് ചെയ്യാനുള്ള നമുക്ക് ശക്തി കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ട് ബ്ലീഡിങ് കൂടാം. അപ്പോ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് വരാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടിപ്പ് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. നമ്മുടെ പ്രഗ്നൻസിയെ പറ്റിയും നമ്മുടെ ഡെലിവറിയെ പറ്റിയും ആ ഒരു പ്രോസസ്സിനെ പറ്റിയും ലേബർ റൂമിനെ പറ്റിയും നന്നായിട്ട് അവെയർ ആയിരിക്കുക. അപ്പൊ പലർക്കും പല മെത്തേഡ്സ് ഉണ്ട്. ചിലർക്ക് ബുക്ക് വായിക്കാനായിരിക്കും താല്പര്യം. അപ്പൊ അങ്ങനെ വായിച്ച് അതുവഴി കാര്യങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത് ഇതുപോലുള്ള വീഡിയോസ് അങ്ങനെ കണ്ട് അങ്ങനെ മനസ്സിലാക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുക. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഓൾറെഡി ആ ഒരു ഡെലിവറി പ്രോസസ് കൂടി റീസെന്റ് കടന്നു പോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ചോദിക്കുക. കാരണം ഡെലിവറി കഴിയുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുന്ന, അയ്യോ ഞാൻ ഈ മണ്ടത്തരങ്ങളൊക്കെ ചെയ്തു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പെയിൻലെസ് ലേബറിന്റെ ഓപ്ഷൻ ഡോക്ടർ തന്നായിരുന്നു, പക്ഷെ പേടിച്ച് ഞാൻ ഇട്ടില്ല. ഇപ്പം ആലോചിക്കുമ്പോഴത്തേനും അത് എടുക്കാമായിരുന്നു, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞത് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാന്ന്, പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല ഈ ഡേറ്റിന് തന്നെ എനിക്ക് ഡെലിവറി ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഡെലിവറി പ്രോസസ് കുറച്ച് പ്രൊലോങ്ഡ് ആയിപ്പോയി, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഫാസ്റ്റ് ആയിട്ട് നടന്നില്ല. അപ്പൊ അങ്ങനെയുള്ള മിസ്റ്റേക്സ് ചെയ്തവരുണ്ടാവും. അപ്പോ എന്നാലും നിങ്ങൾക്ക് പരിചയമുള്ള, അതായത് നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ റിലേറ്റീവോ ഒക്കെ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി റിലേറ്റ് ആവാൻ പറ്റുന്നത് അതുമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രഗ്നൻസിയെ പറ്റിയും ഡെലിവറിയെ പറ്റിയും എല്ലാം ഒന്ന് അവെയർ ആയിരിക്കുക. അത് എല്ലാ സോഴ്സിൽ നിന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈവൻ നിങ്ങളുടെ ഡോക്ടറോട് വേണമെങ്കിലും സ്റ്റിൽ ഇതെല്ലാം നോക്കിയിട്ടും നിങ്ങൾക്ക് സംശയങ്ങൾ സ്റ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറിനോടോ അല്ലെങ്കിൽ ലേബർ റൂമിലെ സ്റ്റാഫിനോടോ, കാരണം ഡെലിവറിയുടെ ഇൻ ബിറ്റ്വീൻ ആ പ്രോസസ്സിന്റെ ഇടയ്ക്കാണ് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലേബർ റൂമിലുള്ള സ്റ്റാഫിനോട് ചോദിക്കുക. പലർക്കും പേടിയാണ്, അയ്യോ ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ വഴക്ക് പറയോ, അങ്ങനത്തെ ഒരു ഇഷ്യൂവേ വരുന്നില്ല. കാരണം നിങ്ങളുടെ സേഫ്റ്റി അല്ലെങ്കിൽ നിങ്ങളുടെയും കുഞ്ഞിന്റെയും സേഫ്റ്റിയാണ് എല്ലാ ലേബർ റൂമിലെയും സ്റ്റാഫിന്റെ ആയിക്കോട്ടെ ഡോക്ടേഴ്സിന്റെ ആയിക്കോട്ടെ എല്ലാവരുടെയും ഒരു പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത്. അപ്പൊ അതിനിടയ്ക്ക് നിങ്ങൾ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തീർത്തു തരും. അപ്പോൾ ഒരിക്കലും ഹെസിറ്റേറ്റ് ചെയ്യാതിരിക്കുക. ഡ്യൂറിങ് ദ പ്രോസസ് ആണെങ്കിലും നിങ്ങളുടെ ആ പ്രോസസ്സിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്യുക. പിന്നെ ഉള്ളത് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലേബർ റൂമിലേക്ക് പോകുന്ന ഒരു ഇതാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞേക്കുന്ന ഡേറ്റ് ഒന്നായിരിക്കാം, ചിലപ്പോൾ അതിനൊരു 3-4 ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരാഴ്ചക്ക് മുന്നേ നിങ്ങൾക്ക് പെയിൻ വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹറിബറിയായിട്ട് ഓടി ലേബർ റൂമിലേക്ക് പോകുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ആണ്. പക്ഷെ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ യൂഷ്വലി മാസം തികഞ്ഞുള്ള പ്രസവം എന്ന് പറയുമ്പോൾ ഒരു 37 ആഴ്ച കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. അപ്പൊ അതിനൊരു ഒരാഴ്ച മുന്നേ എങ്കിലും നമ്മൾ അതിന് പോകാനായിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്തു വെക്കുക. പോകാനായിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഒരു ഡെലിവറി ബാഗിൽ എന്തൊക്കെ വേണം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു വീഡിയോ ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു സംഭവം എന്തായാലും സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ നിങ്ങൾക്കിപ്പോ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പം ഒത്തിരി ദൂരെയാണ്, ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തല്ല താമസിക്കുന്നത്, കുറച്ചധികം ദൂരമുണ്ട്, അവിടുന്ന് വണ്ടി പിടിച്ച് വേണം വരാൻ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ ഓട്ട് ടൈം രാത്രിയിൽ എങ്ങാനാണ് വെള്ളം പൊട്ടിപ്പോകുന്നത് അല്ലെങ്കിൽ പെയിൻ വരുന്നത് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യാനായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും കൂടെ തയ്യാറാക്കി വെക്കുക. അഥവാ നിങ്ങൾക്ക് നിയർ ബൈ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ഇതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആണ്. പക്ഷെ അതൊന്നും പെയിൻ വരുമ്പോൾ ആലോചിക്കാൻ നിൽക്കാതെ നേരത്തെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അതാണ് നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. അതായത് ബി പ്രിപ്പയർഡ് ടു എൻ്റർ എ ലേബർ റൂം. ലേബർ റൂമിൽ ഓടിക്കേറി ഹറിബറി ആയിട്ട് ടെൻഷൻ അടിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കാര്യവും ഈ പറയുന്ന പോലെ സ്ട്രെസ്ഡ് ഔട്ട് ആയി, ടെൻഷനായി, സമയത്ത് ചിലപ്പോൾ എത്താൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ അതിന്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അടുത്ത ടിപ്പ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്ടറിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ ലേബർ റൂമിലെ സ്റ്റാഫിനെയും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രഗ്നൻസിയെ പറ്റിയും ഒക്കെ മാത്രമേ അറിവുണ്ടാവുള്ളൂ. അവര് ദിനംതോറും ഒത്തിരി അധികം ഇതുപോലെയുള്ള ഡെലിവറി കേസസ് അറ്റൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാരെ ഡീൽ ചെയ്യുകയും ചെയ്യുന്നവരായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെക്കാട്ടിലും കുറച്ചെങ്കിലും കൂടുതൽ അറിവ് ലേബർ റൂമിലെ സ്റ്റാഫിനും അതുപോലെ തന്നെ ഡോക്ടറിനും ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ചിലപ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഇനിയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞിന് റിസ്ക് ആണ്, അപ്പോ നോർമൽ ഡെലിവറി പറ്റില്ല അല്ലെങ്കിൽ സിസേറിയൻ വേണ്ടി വന്നു, ആ രീതിയിലുള്ള ഇത് വരാം.
ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നിങ്ങൾ പറയാണ് അയ്യോ എനിക്ക് സിസേറിയൻ ചെയ്താൽ മതി, പെയിൻ സഹിക്കാനേ പറ്റില്ല. പക്ഷെ അവര് ചിലപ്പോൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ ഓൾറെഡി ഡെലിവറി ആവാറായി, ഒരു അരമണിക്കൂറിനുള്ളിലൊക്കെ ഡെലിവറി ആവും. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ ഒരു അൺനെസറി ആയിട്ട് ഉള്ള ഒരു മേജർ സർജറി ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ പറയുന്ന പോലെ അൺനെസറി ആയിട്ട് നമ്മൾ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്ത് തിയേറ്ററിൽ എത്തുമ്പോൾ തന്നെ പേഷ്യന്റ് ഫുൾ ആവുകയും ഡെലിവറി ആവുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ അങ്ങനത്തെ ഇഷ്യൂസ് വരാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിനെയും അതുപോലെ തന്നെ ലേബർ റൂമിലുള്ള സ്റ്റാഫിനെയും നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുക. കാരണം ചിലര് നമ്മൾ കണ്ടിട്ടുണ്ട് പെയിൻ കുറയ്ക്കാനായിട്ടുള്ളത് അല്ലെങ്കിൽ വേദന വരാനായിട്ടുള്ള മെഡിസിൻ കൊടുക്കുന്ന, അപ്പം അതിനൊക്കെ നോ പറയുന്ന, അയ്യോ ഇപ്പൊ വേണ്ട പിന്നെ മതി അങ്ങനെയൊക്കെ പറഞ്ഞ് എന്താണ് അവരുടെ ആ ഒരു മെത്തേഡിൽ ആ ഒരു പോളിസിയിൽ പോവാതിരിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഫൈനലി ഈ പറയുന്ന പോലെ ഒരു ഇഷ്യൂസ് വരാൻ അതുകൊണ്ട് ഒരു കാരണമാവരുത്. അപ്പൊ നിങ്ങളുടെ ഡോക്ടറിനെയും നിങ്ങളുടെ ലേബർ റൂമിലുള്ള സ്റ്റാഫിനെയും നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുക. ഡെലിവറി സമയത്ത് അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം കഴിയുന്നതും അതുപോലെ ഫോളോ ചെയ്യുക. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാം. കാരണം രണ്ടുപേർക്കും ചിലപ്പോൾ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ലേബർ റൂമിലേക്ക് പോകുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതില് ആ ടിപ്സ് ഞാൻ ഒന്നുകൂടി പറയാം. ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ട്രെസ്ഡ് ഔട്ട് ആവാതിരിക്കുക. 2, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, എപ്പോഴും ഡീഹൈഡ്രേഷൻ ഒഴിവാക്കുക. 3, നിങ്ങളുടെ പോവാനുള്ള ഡെലിവറി ബാഗ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒക്കെ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ ഡെലിവറി പ്രോസസ്സിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻസിയുടെ ചിലർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും, അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്ടറിനെയും നിങ്ങളുടെ ലേബർ റൂം സ്റ്റാഫിനെയും കഴിയുന്നതും ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. പക്ഷെ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അത് പലർക്കും പല ടൈമിലായിരിക്കും ആവശ്യം വരിക. ചിലർക്ക് ഇതുപോലെ ഇഞ്ചക്ഷൻ എടുക്കുന്ന കാര്യത്തിലായിരിക്കും, ചിലർക്ക് അവസാനം പുഷ് ചെയ്യുന്ന കാര്യത്തിലായിരിക്കും. അപ്പൊ അവർക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ ഇന്ന പൊസിഷനിൽ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കുഞ്ഞ് വരും ആ രീതിയിൽ. കാരണം ചിലരുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ വരുമ്പോഴേ പുഷ് ചെയ്യണം എന്നാണ് അവരുടെ വിചാരം. പക്ഷെ അങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് കുഞ്ഞ് വരാനും പോകുന്നില്ല. യൂഷ്വലി വരുന്നത് പ്രോസസ്സ് കുറച്ച് ഡിലേഡ് ആവുകയും ചെയ്യുക. അപ്പം ആക്ച്വലി നമ്മൾ ഉള്ളു പരിശോധന അല്ലെങ്കിൽ വയറ് പരിശോധനയൊക്കെ കഴിഞ്ഞ് ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോഴേ പുഷ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആ സമയത്ത് അവർ ഇൻസ്ട്രക്ഷൻസ് തരുന്നതനുസരിച്ച് പുഷ് ചെയ്യാനായിട്ട് നോക്കുക. അതർവൈസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ഡെലിവറി ആയിരിക്കില്ല ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഡെലിവറിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ലേബർ റൂമിൽ അങ്ങനെ ചെയ്യാവോ ഇങ്ങനെ ചെയ്യാവോ എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യാം. വിമൻസ് ഹെൽത്ത് അതുപോലെ തന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ഇഷ്യൂസിനൊക്കെ പറ്റി സംസാരിക്കുന്ന ഒരു ചാനലാണ് നമ്മുടേത്. അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.